പാലക്കാടൻ ജനത അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കും. തങ്ങളുടെ വോട്ടോ തങ്ങളുടെ ആത്മാഭിമാനത്തെയോ ആരുടെയും നോട്ടുകെട്ടുകൾക്ക് മുമ്പിൽ പണയം വെച്ച ശീലം പാലക്കാടിനില്ല. പാലക്കാടിനെ കുറിച്ചുള്ള അവരുടെ എല്ലാ ധാരണകളും തെറ്റാണ്. പാലക്കാട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. അല്ല, അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3-4 വാഹനങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് പോവുക. അതിൽ നിന്ന് ഇത് നമ്മൾ നോർത്ത് ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിലും അതുപോലെ ചില സദേൺ സ്റ്റേറ്റ്സിലും ഒക്കെ ഇങ്ങനത്തെ ഒരു ഏർപ്പാട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പലരും ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ, ആ ശീലം വെച്ച് പാലക്കാടിനെ ഇളക്കാൻ ശ്രമിക്കുക വീടുകളിൽ പോയിട്ട്. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, അവരുടെ പണത്തെയും തിരസ്കരിക്കും, ഈ BJPയെയും പാലക്കാട് തിരസ്കരിക്കും. സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് അതിന് നേതൃത്വം നൽകുകൂടെ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ജനങ്ങളും ആലോചിക്കട്ടെ ആര് കെട്ടിച്ചമച്ചതാണെന്നുള്ളത്. മാത്രമല്ല, ശോഭ നടത്തിയ പ്രതികരണത്തിൽ കോൺഗ്രസും അവിടെ പണം ഇറക്കി താങ്കളുടെ പേര് കൂടി പറയുന്നുണ്ട്. അല്ല, എന്നോട് ഇന്നും ഒരു ചാനൽ ഓഡിയോ ബൈറ്റിന് വിളിച്ചപ്പോൾ സമയത്ത് പറഞ്ഞു, ഞാനൊരു ചാക്ക് പണം കൊണ്ട് ഇന്നലെ രാത്രി അവിടെ എത്തി എന്നുള്ളതൊക്കെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ചാക്ക് പണം ഉണ്ടെങ്കിൽ പോലും, ഇനി നാളെ ഒരു ചാക്ക് പണം എൻ്റെ കയ്യിൽ ഉണ്ടായാൽ പോലും അതുകൊണ്ട് പാലക്കാട്ടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഞാൻ പോവില്ല. അത് എന്നെ പറ്റിയും പാലക്കാടിനെ പറ്റിയും അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. കാരണം അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നവരല്ല പാലക്കാട്ടുകാർ. ആ സ്റ്റേറ്റ്മെന്റ് ഒരു അവഹേളനമാണ്. അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നവരല്ല. മാത്രമല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ ജീവനോടെ നിങ്ങളുടെ മുമ്പിലൂടെ കോഴിക്കോടുണ്ട്. ഞാൻ ഇന്നലെയും നിങ്ങളോടൊക്കെ പ്രതികരിച്ചിരുന്നു. ഞാൻ ഇന്നലെ കുറ്റ്യാടിയിലും എലത്തൂരിലും തിരുവമ്പാടിയിലും നാദാപുരത്തും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും ഒക്കെയായിട്ട് ഇന്നലെ പ്രചരണം നടത്തി. ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെ മുതൽ ആശുപത്രി ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെയുണ്ട്.